വെൽക്കം ടു ദ ജേർണി ത്രൂ ദ ബൈബിൾ ബുക്സ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹബക്കൂക്കിൻ്റെ പുസ്തകമാണ്. അതായത് 50-ാമത്തെ ലെസൺ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ജീവിതത്തിൽ സാധാരണ വരുന്നതായ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വ്യക്തിക്ക് എങ്ങനെ സന്തോഷത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും, ജീവിതത്തിൽ ആനന്ദം കണ്ടെത്തുവാനായിട്ട് സാധിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതായ ഒരു പുസ്തകമാണ് ഹബക്കൂക്കിൻ്റെ പുസ്തകം. അതുകൂടാതെ തന്നെ വിലയേറിയ പല പാഠങ്ങളും വലിയ ഈടുറ്റ പ്രസ്താവനകളും ചെയ്തിട്ടുള്ളതായ ഒരു വ്യക്തിയാണ് ഈ ഹബക്കൂക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തുടർന്നുള്ള ഏകദേശം 40 മിനിറ്റുകൾക്കുള്ളിൽ ഈ പാഠം അവസാനിപ്പിക്കുമ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹബക്കൂക്കിൻ്റെ ജീവിതവും ആ ജീവിത പശ്ചാത്തലവുമാണ്. എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, ഒരു എഴുത്തുകാരൻ എന്നാണ് ജീവിച്ചിരുന്നത്, ഏത് പശ്ചാത്തലത്തിലാണ് ജീവിച്ചിരുന്നത് എന്ന്. കൂടാതെ ഈ ഹബക്കൂക്കിൻ്റെ 3 ജീവിത ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഒരു സാധാരണക്കാരായ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവൻ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ കൂടെ ദൈവിക ദർശനങ്ങളെ കണ്ടെത്തി വലിയ സന്തോഷം ജീവിതത്തിൽ പ്രാപിക്കുന്നതായ ഒരു മനുഷ്യനായിട്ട് എങ്ങനെ നമുക്കും തീരുവാനായിട്ട് സാധിക്കും എന്ന് ഈ ഹബക്കൂക്കിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കേവലം 3 അധ്യായങ്ങൾ മാത്രമുള്ളതായ ഈ ഹബക്കൂക്കിൻ്റെ പുസ്തകങ്ങളിൽ 1-ാം അധ്യായത്തിൽ ചുറ്റുപാടുമുള്ള ജനങ്ങളുടെ പലവിധമായ പ്രശ്നങ്ങളെയും അവരുടെ ദുഷ്ടപ്രവൃത്തികളെയൊക്കെ കൊണ്ട് മനം മടുത്ത് അയ്യം വിളിക്കുന്നതായ ഒരു പ്രവാചകനെയാണ് ഹബക്കൂക്കിൽ 1-ാം അധ്യായത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദൈവമനുഷ്യനായിരുന്നതായ ഹബക്കൂക്ക് അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയോ അത് കണ്ട് മുഷിഞ്ഞ് ജീവിതത്തിൽ മറ്റ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയോ ചെയ്യാതെ ഇതിനൊരു പ്രശ്നം ദൈവസന്നിധിയിൽ നിന്നും കണ്ടെത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ 2-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ദൈവത്തിൽ നിന്നുള്ളതായ മെസ്സേജ് പ്രാപിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്ന ഹബക്കൂക്കിനെയാണ് 2-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചതായ ഒരു ഹബക്കൂക്ക്. ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യുവാൻ ഒരു ദൈവഭക്തന് സാധിക്കും. ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാനായിട്ട് സാധിക്കും. എനിക്കും നിനക്കും ആ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും എന്ന് വളരെ ഉറച്ച നിലപാടുകൂടെ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഈ ഹബക്കൂക്ക് എന്ന് പറയുന്ന ആൾ. കൂടാതെ ഈ പുസ്തകത്തിലെ ചില പ്രസ്താവനകൾ വളരെ പ്രശസ്തമാണ്. ഈ ലോകത്തിൽ പലരെയും വളരെയധികം ഹദ്ദാൽ ആകർഷിച്ചിട്ടുള്ളതും അവരെ വളരെ ഉത്തേജിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായ പ്രസ്താവനകൾ. ഫോർ എക്സാമ്പിൾ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതായ ആ പ്രസ്താവന ബൈബിളിൽ ആദ്യമായിട്ട് എഴുതിയത് ഈ ഹബക്കൂക്കാണ്. ആ ഉറവിടത്തിൽ നിന്നുമാണ് മറ്റ് പല ദൈവദാസന്മാരും മുൻപോട്ട് ദൈവ വചനത്തിൽ വിശ്വസിച്ച് കാലെടുത്ത് വയ്ക്കുവാനായിട്ട് വിശ്വാസ പ്രഖ്യാപനം ചെയ്തത് എന്നുള്ളതായ കാര്യവും ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ളതായ ഈ 3 അധ്യായങ്ങളിൽ കൂടെയുള്ളതായ ഒരു സ്പീഡ് ജേർണിയാണ് അടുത്ത ചില മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഹബക്കൂക്കിൻ്റെ കാലഘട്ടം എന്നായിരുന്നു എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല എങ്കിൽ തന്നെയും ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്നും ചില കാര്യങ്ങൾ ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ താൻ കാണുന്നതായ ഒരു ദൈവിക ദർശനമാണ് അവിടെ കാണുന്നത്. ഇങ്ങനെയാണത് വായിക്കുന്നത്: ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായി കൽദയരെ ഉണർത്തും. അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ
ഈ യഹൂദ ദേശത്തെ പിടിച്ചടക്കിക്കൊണ്ട് അവരെ പ്രവാസികളായിട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ട് വരുന്നതായ ആ കൽദേരയാണ്, അല്ലെങ്കിൽ ബാബിലോണ്യരുടെ കാര്യമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യഹൂദ രാജ്യത്തെ പ്രവാസികളായിട്ട് ഈ കൽദേയർ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പുള്ളതായ സമയം, ആ സമയത്താണ് യഹൂദ രാജാക്കന്മാരായ യോശിയാവിൻ്റെ മകനായ യെഹോയാക്കീമിൻ്റെയും കാലത്ത് ആണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. ആ സമയത്താണ് ഈ ഹബക്കൂക്ക് പ്രവാചകനും പ്രവചിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ യെരമ്യാവും ആ സമയത്ത് തന്നെയാണ് ജീവിച്ചിരുന്നത്. യെരമ്യാവിൻ്റെ ഒരു സമകാലികനായിരുന്നു, ആ സമയത്ത് ജീവിച്ചിരുന്നതായ ഒരു പ്രവാചകനായിരുന്നു ഈ ഹബക്കൂക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ യഹൂദ രാജ്യത്തിലുള്ള ജനങ്ങളും രാജാക്കന്മാരും റിലീജിയസ് ലീഡേഴ്സും ദൈവത്തെ മറന്നിട്ട് ദുഷ്ടത പ്രവർത്തിക്കുകയും അനീതി പ്രവർത്തിക്കുകയും ദേശത്തെ പാവങ്ങളെയൊക്കെ പീഡിപ്പിക്കുകയും ചെയ്യുന്നതായ ചരിത്രം ഈ ഹബക്കൂക്ക് 1-ാമത്തെ അധ്യായത്തിൽ കണ്ടിട്ട് മനം നൊന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ 1-ാം അധ്യായത്തിൽ ആദ്യം തന്നെ നമ്മൾക്ക് കാണുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ചതായ പ്രവാചകം: യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. പലപ്പോഴും ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നതായ ഒരു പ്രാർത്ഥനയാണ്. ചുറ്റുപാടും നടക്കുന്നതായ പ്രശ്നങ്ങളും അനീതികളും അക്രമങ്ങളും ഒക്കെ കാണുമ്പോൾ, കർത്താവെ, നീ ഇതൊന്നും കാണുന്നില്ലയോ, നീ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് നാച്ചുറലായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചോദിക്കുന്നതായ ചോദ്യമാണ് ഈ ഹബക്കൂക്കിൻ്റെയും ജീവിതത്തിൽ മാനുഷികമായ നിലയിൽ തൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കുമ്പോൾ ഈ യഹൂദ്യ രാജാക്കന്മാരും ജനങ്ങളും അതുപോലെ യെരുശലേമിലുള്ളതായ ആ ദേവാലയത്തിലെ ശുശ്രൂഷകന്മാരും ഒക്കെ അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ട് പാവങ്ങളെ പീഡിപ്പിക്കുന്നതായി സംഭവത്തിൽ ഇതിന് ഒരു ഉത്തരം എന്താണ് കർത്താവെ എനിക്ക് ലഭിക്കാത്തത് എന്നുള്ളതായ ഒരു ചോദ്യവും അതിനോടനുബന്ധിച്ചുള്ളതായ കാര്യങ്ങളുമാണ് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ അയ്യം വിളിക്കുന്നതായ ആ ജീവിതത്തിൻ്റെ താണ അനുഭവത്തിൽ നിന്നും, ആ നോർമലായിട്ടുള്ളതായ അനുഭവത്തിൽ നിന്നും, ഒരു ജീവിതത്തിൻ്റെ താഴ്വരയുടെ അനുഭവത്തിൽ നിന്നും കുറച്ചുകൂടെ ഉയർന്ന നിലയിലേക്ക്, ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നതായ പ്രവാചകനെ അല്ലെങ്കിൽ ഒരു ദൈവഭക്തനെയാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടുമെന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. എന്ന് പറഞ്ഞാൽ, ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട്, കൊത്തളം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ ഇന്നത്തെ ഭാഷയിൽ മനസ്സിലാകയില്ലായിരിക്കാം. ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് വാച്ച് ടവർ എന്നാണ് പറയുന്നത്. ഈ രാജ്യത്തിൻ്റെ ഉയർന്ന സ്ഥലങ്ങളിൽ ശത്രുക്കളൊക്കെ അകലെ നിന്നും വരുമ്പോൾ തന്നെ അവരെ കണ്ടുപിടിക്കേണ്ടതിന് ഒരു മധ്യസ്ഥനായി ഉറങ്ങാതെ നിൽക്കുന്നതായ സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു ടവറാണ് വാച്ച് ടവർ എന്ന് പറയുന്നത്. ഇതാ ഈ ഹബക്കൂക്ക് പ്രവാചകൻ ഈ താണ നിലത്തു നിന്നും, ഈ ഹൃദയം തകർന്നതായ ആ നിലയിൽ നിന്നും ഉയർന്ന ഒരു നിലയിലേക്ക്, ഈ വാച്ച് ടവറിലേക്ക് കടന്നു ചെന്ന് ഒരു ഉയർന്ന നിലയിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് കയറിയിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ കാര്യമാണ് ഈ 2-ാമത്തെ ലേഖനത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ 2-ാമത്തെ ലേഖനം എന്ന് പറയുമ്പോൾ എന്തിനാണ് അവൻ അവിടേക്ക് കയറിയത്? അവൻ ആ വാച്ച് ടവറിൽ കയറി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലമായിട്ട്, ഒരു പ്രാർത്ഥനാ മണ്ഡപമായി തീരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സ്ഥലമാക്കി തീർക്കുന്നു എന്നുള്ളത് പഴയ നിയമത്തിൽ തന്നെ ദൈവഭക്തൻ കാണിച്ചു തരുന്നു.
പലപ്പോഴും ദൈവത്തിൻ്റെ ആലയമായ യെരുശലേം ദേവാലയത്തിൽ അനീതികളും ഒക്കെ നടക്കുമ്പോൾ ഇതാ വാച്ച് ടവറിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതായ ഒരു മനുഷ്യൻ. നമ്മളുടെയും ഇന്നത്തെ ജീവിതത്തിൽ നമ്മൾക്കും ഈ അനുഭവം തന്നെ പലപ്പോഴും ചോദിച്ചേക്കാം. ദൈവ സാന്നിധ്യം അനുഭവിക്കണം എങ്കിൽ ആലയത്തിൽ പോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു ദൈവഭക്തൻ പ്രിപ്പറേഷനോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ വേണ്ടി ഒരു വാച്ച് ടവറിലോ അഥവാ ഏകാന്തമായിട്ട് ഒരു സ്ഥലത്ത് ഭവനത്തിലിരുന്നാലും ഒരു ചെടിയുടെ ചുവട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകും എന്നുള്ളത് വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതായ കാര്യമാണ്. അങ്ങനെ ദൈവം എന്നോട് എന്ത് സംസാരിക്കും, എന്താണ് ഈ അടുത്തായിട്ട് നടക്കുവാനായിട്ട് പോകുന്നത്, അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും എന്നുള്ളതായ വലിയ പ്രത്യാശയോടുകൂടെയാണ് അവൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൻ എന്നോട് എന്ത് സംസാരിക്കും, അതിനുള്ള ഒരു ഒരുക്കത്തോടുകൂടെ നമ്മൾ പോയാൽ ദൈവത്തിൽ നിന്ന് മറുപടി നമ്മൾക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾക്ക് കാണുന്നത്. ഇവിടെ അവനൊരു ദർശനം കാണുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ എന്നോട് ഉത്തരം അരുളിയത്. യഹോവയുടെ ഉത്തരം അവിടെ അവന് കിട്ടുന്നു എന്ന് മനസ്സിലാക്കുന്നു. നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുമില്ല. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുമ്പോൾ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ കൽപ്പന വരുന്നത് നീ ദർശനം എഴുതുക. നമ്മൾക്ക് എഴുതി വെക്കുന്നതിന് ഒരു പ്രത്യേകമായ പവറുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കും. 2-ാമതായിട്ട് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ദർശനം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ദർശനം എന്നാണ് നടക്കുന്നത് എന്ന് അറിയുവാൻ നമ്മൾ വളരെ ജാഗരൂകരാണ്, വളരെ ആങ്ഷ്യസ് ആണ്. എന്നാൽ അതിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധി ആകുമ്പോൾ അത് നടക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ ദർശനം ലഭിച്ചതായ നമുക്ക് അതിനുവേണ്ടി കാത്തിരുന്നാൽ എന്ത് ചെയ്യണം? അത് സമാപ്തിയിലേക്ക് ഓടുന്നു എന്നുള്ളതായ അടുത്ത സ്റ്റേജ് നമ്മൾ മനസ്സിലാക്കണം. അത് സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക്. പിന്നീട് പറയുന്നത് അത് താമസിക്കയില്ല, നിശ്ചയം എന്ന് പറഞ്ഞാൽ ദൈവം വെച്ചിട്ടുള്ളതായ ആ ദിവസം, ആ ഡേറ്റ്, ആ സമയത്തിന് യാതൊരു മാറ്റവും വരികയില്ല, അത് താമസിക്കയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ദർശനം ദൈവസന്നിധിയിൽ നിന്നും പ്രാപിക്കുമ്പോൾ കേവലം ഒരു സ്വപ്നം മാത്രമല്ല, ദൈവത്തിൽ നിന്നും സീരിയസ് ആയിട്ട് ഒരു ദർശനം പ്രാപിക്കുമ്പോൾ അത് നമ്മൾ എഴുതി ഇടണം. അത് ഒരിക്കലും തെറ്റുകയില്ല എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. പ്രൈസ് ഗോഡ്. റൈറ്റിംഗ് പവർ, നമ്മൾ എഴുതിയിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്തും ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്, അതിനകത്തെ ഫൈൻ പ്രിൻ്റ് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ സൈൻ ചെയ്യേണ്ടത്. അതിനാണ് കൂടുതൽ വാലിഡിറ്റി ഉള്ളത്. വെർബലായിട്ടുള്ളതായ കാര്യങ്ങൾ പറഞ്ഞാൽ പലപ്പോഴും മനുഷ്യർ അത് വാക്ക് മാറ്റും. അതിൽ വളരെ ഉയർന്ന സ്റ്റാൻഡേർഡാണ് ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ ദർശനം നീ എഴുതി വയ്ക്കുക എന്നുള്ളത്. എഴുതുന്നതിനെ കുറിച്ചുള്ളതായ പ്രാധാന്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിളിൽ പലയിടത്തും നമ്മൾക്ക് ആ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങളിൽ ഇയ്യോബ് കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. അന്നത്തെ കാലത്ത് പേപ്പറോ പെൻസിലോ ഒന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ തന്നെ ഒന്ന് സഹായിപ്പാൻ വേണ്ടി കൂട്ടുകാരോ ഭാര്യയോ ആരും തന്നെ ഇല്ലായിരുന്നു. തനിക്ക് തന്നെ ഇത് കണ്ടെത്തി എഴുതുന്നതായ സാഹചര്യമില്ലായിരുന്നു. എന്നാൽ
ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്നും ദൈവം തന്നെ ഏത് നിലയിൽ കൂടെ നടത്തുന്നു എന്നുള്ളതായ ഈ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കണമെന്നുള്ളതായ ആഗ്രഹം ആ വാക്യങ്ങളിൽ താൻ പ്രകടിപ്പിക്കുന്നു. ഇതൊന്ന് എഴുതി വെച്ചെങ്കിൽ ായിരുന്നു ഒരിക്കലും നഷ്ടപ്പെടാത്തതുപോലെ. എന്നാൽ തനിക്ക് അത് സാധിച്ചില്ല. എന്നാൽ നമ്മൾക്ക് പുറകാലെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോടുള്ള വിശ്വസ്തത കാണിച്ചു, അവൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു. അവന് വേണ്ടി ഒരു പുസ്തകം തന്നെ ബൈബിളിൽ എഴുതി, ഇയ്യോബിൻ്റെ പുസ്തകം എഴുതി. അവൻ്റെ സാക്ഷ്യവും അവൻ്റെ അനുഭവങ്ങളും അവൻ്റെ വിശ്വാസവും ഒക്കെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മളെ കാണുവാനായിട്ട് സാധിക്കുന്നു. മോശയ്ക്ക് ദൈവം 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ തൻ്റെ വിരലുകൾ കൊണ്ട് എഴുതി ഒരു കൽപ്പലയിലാക്കി കൊടുത്തു. ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ പെർമനൻ്റ് ആയിട്ടിരിക്കത്തക്കവണ്ണം ഉള്ളതായ ഒരു പ്രവർത്തനമാണ് ദൈവം അവിടെ ചെയ്തത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. പിന്നീട് വീണ്ടും പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ഭക്തന്മാരോട് പറയുകയാണ്, അല്ലെങ്കിൽ മോശയോട് പറയുകയാണ്, നിന്റെ ജനത്തോടൊക്കെ പറയണം, നിന്നെയും നിന്റെ മക്കളും നിന്റെ കുടുംബത്തിലുമൊക്കെ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ നിന്റെ ഫോർഹെഡിൽ നെറ്റിയിൽ എഴുതി വെക്കണം, കൈകളിലൊക്കെ എഴുതി വയ്ക്കണം. അപ്പോൾ അവരുടെ ഈ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഈ എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനം കാണുന്നതിന് ഒരു പവറാണ്, അത് വായിക്കുന്നത് പവറാണ്, അത് ചിന്തിക്കുന്നത് പവറാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയോടുകൂടെ മുൻപോട്ട് പോകണം, അത് എഴുതിയതായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ നിയമം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഫറവോൻ്റെ പിടിയിൽ നിന്നും പുറപ്പെട്ടു പോകുവാൻ വേണ്ടി കുഞ്ഞാടിനെ ക്കുന്നതായ ആ ദിവസം ദൈവം പറയുകയാണ്, കുഞ്ഞാടിൻ്റെ രക്തം എടുത്ത് ആ ഡോർ പോസ്റ്റിലൊക്കെ അങ്ങനെ വരച്ചു വെക്കണം, കൃത്യമായി കാണുന്നത് പോലെ. ദൈവദൂതൻ പോലും വരുമ്പോൾ നിന്റെ ഡോർ പോസ്റ്റിൽ രക്തത്തിൻ്റെ അടയാളം എഴുതിയിരിക്കണം, അത് കാണണം, അതിന് പവറുണ്ട് എന്നാണ് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. യിരെമ്യാവ് 31:33 വാക്യം വായിക്കുമ്പോൾ ദൈവം അവിടെ മറ്റൊരു വലിയ പ്രവർത്തനം ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, നിങ്ങളുടെ കല്ലായിട്ടുള്ള ഹൃദയം ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് മാംസളമായിട്ടുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ആ ഹൃദയത്തിൽ എൻ്റെ കൽപ്പനകളെ ഞാൻ എഴുതും. അപ്പോൾ ആണ് റിയലായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് നടക്കുന്നത്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന സംഭവിച്ചവരായിട്ട്, പുറമെ കല്ലുകളിൽ എഴുതിയതായ നിയമങ്ങൾ മാത്രമല്ല, കഠിനമായിട്ടുള്ള ഹൃദയങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഭജിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. എന്നാൽ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനം എഴുതി വചനപ്രകാരം മുൻപോട്ട് പോകുന്നതായ ദൈവം മക്കൾക്കാണ് യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാനും അതിനെ ബഹുമാനിക്കുവാനും സ്നേഹിപ്പാനും കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. യേശു നമ്മളുടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ വചനം, എഴുതപ്പെട്ടതായ വചനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. യേശു 40 ദിവസം ഉപവാസത്തിന് വേണ്ടി മരുഭൂമിയിലേക്ക് കടന്നുപോയതായ സമയം പിശാച് അവനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചെന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. അവിടെയും ആ പരീക്ഷയിൽ ജയിക്കുന്നത് യേശു ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. നീ എന്നെ നമസ്കരിക്കുക, ഈ ലോകം അതിൻ്റെ മഹത്വം എല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, വചനത്തിൽ എഴുതിയിരിക്കുന്നത്, എന്നിൻ്റെ ദൈവത്തെ അല്ലാതെ ആരെയും നീ നമസ്കരിക്കരുത് എന്നാണ്. ഈ ആലയത്തിൻ്റെ മുകളിൽ നിന്നെടുത്ത് ചാടുക എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ നിനക്ക് വിശന്ന് ഇരിക്കുന്നതായ ഈ സമയമാണ്, ഈ കല്ലുകളോട് അപ്പമാകാൻ നീ ഒരു അത്ഭുതം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞത്, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. ഇതൊക്കെ എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ശക്തിയാലാണ്. അതുപോലെ തന്നെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുന്നതായ കാര്യം നീതീകരിക്കുവാൻ വേണ്ടി പരീശന്മാരും ശാസ്ത്രിമാരും കടന്നു വന്ന്, മോശൻ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ
ഈ ന്യായപ്രമാണത്തിൻ്റെയൊക്കെ ഒറിജിനൽ എഴുത്തുകാരനായ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തമാണ് മോശ അങ്ങനെ എഴുതിയിരിക്കുന്നത്. എന്നാൽ അതിന് മുമ്പായിട്ട് ആദ്യത്തെ വിവാഹം നടത്തിയതായ ദൈവം തന്നെ ഈ മനുഷ്യർ ദൈവം യോജിപ്പിച്ചതിനെ മാറ്റിക്കളയരുത്, പിരിച്ചു കളയരുത്, വിയോജിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നു, സെപ്പറേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനത്തെ ഉറപ്പിക്കുന്നതായ കാര്യമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇത് നമ്മുടെ റൈറ്റിംഗ് പവർ ഓഫ് റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഇതുവരെ പറയുന്നത്. 2:4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ഹബക്കൂക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പഴയ നിയമത്തിൽ ആദ്യമായിട്ട് എഴുതിയ ഒരു മഹാനായ പ്രവാചകനാണ് ഈ ഹബക്കൂക്ക് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഹബക്കൂക്കിൻ്റെ ഈ എഴുത്തിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അനേകം ആൾക്കാരെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെയുള്ള ഒരാളാണ്. പഴയ നിയമത്തിൽ ഹബക്കൂക്ക് എഴുതിയതായ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതായ ആ മഹത്തായ ആ സ്റ്റേറ്റ്മെൻറ്റ് പല പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗലേഷ്യൻസിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പാരമ്പര്യത്താലല്ല വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടേണ്ടത് എന്ന്. സഭയുടെ പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗലാത്യർ സഭ മുൻപോട്ട് പോകുമ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ വിശ്വാസത്തിൽ മുൻപോട്ട് പോകണം, അതിലാണ് രക്ഷയുള്ളത് എന്ന് കാണിക്കുന്ന കാര്യമാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് വിശ്വാസത്താൽ നമ്മളുടെ ജീവിതം നയിക്കണം എന്നുള്ളതായ കാര്യമാണ്. വിശ്വാസ വീരന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മോശയുടെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ അവർ മുൻപോട്ട് പോയി. ഇവരൊക്കെയും വിശ്വാസത്താൽ ജീവിതം നയിച്ചു എന്നുള്ളതായ കാര്യം അങ്ങനെ അതിനെ ഊന്നി പറഞ്ഞിരിക്കുന്നതായ ഒരു അപ്പോസ്തലനാണ് ഈ അപ്പോസ്തലനായ പൗലോസ്. താൻ ഈ ഹബക്കൂക്കിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എഴുതിയതായ കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. അടുത്തതായിട്ട് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആ വിശ്വാസ വീരൻ്റെ ചരിത്രം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ. ഒരു പ്രൊട്ടസ്റ്റൻ്റ് പ്രീസ്റ്റ് ആയിരുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായ കാര്യമാണ്. കത്തോലിക്ക സഭയുടെ ആചാരങ്ങളെ ഒക്കെ പഠിക്കുകയും അത് പ്രമാണിക്കുവാൻ വേണ്ടി ഈ സഭയുടെ നിയമനം ഒക്കെ കിട്ടിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതായ ഈ മാർട്ടിൻ ലൂതർ ദൈവത്തിൻ്റെ വചനം ഇൻഡിപെൻഡൻ്റായിട്ട് വായിച്ച് അത് മനസ്സിലാക്കി അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എൻ്റെ നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത് എന്നുള്ളതായ കാര്യം. അപ്പോഴാണ് തനിക്ക് മനസ്സിലായത്, ഈ സഭ പഠിപ്പിക്കുന്നതായ കാര്യങ്ങളൊക്കെ വചനപ്രകാരമല്ലല്ലോ, അത് തെറ്റാണല്ലോ, അതിനുവേണ്ടി ഞാൻ ഒരിക്കലും പങ്കായി ചേർന്ന് നിൽക്കുകയില്ല, അവിടെ നിന്നും ദൈവത്തിൻ്റെ സത്യവചനം വിളിച്ചു പറയണമെന്നുള്ളതായ ആ വെല്ലുവിളിയോടുകൂടെ അവൻ മുമ്പോട്ട് പോകുന്നതായ ചരിത്രമാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. ഈ സഭ പഠിപ്പിക്കുന്നതായ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാപമോചന ചീട്ട് മുതൽ പല കാര്യങ്ങൾ സഭ തെറ്റായിട്ട് പഠിപ്പിക്കുന്നു. പണപ്പിരിവിന് വേണ്ടി സഭയുടെ ഭണ്ഡാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ല ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. പാപം മോചിക്കുവാൻ പുരോഹിതന്മാർക്കോ ഒന്നും സാധ്യമാകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി മരണശേഷം ഒരു നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് ഒരു പുരോഹിതനും അവകാശമില്ല, സാധിക്കുകയുമില്ല. ഇതൊക്കെ തെറ്റായ പഠിപ്പിക്കലാണ്, പണസമ്പാദനത്തിനുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കിയ ഒരു പുരോഹിതനായിരുന്നു ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ. താൻ എന്ത് ചെയ്തു? 95 ഖണ്ഡനവാദങ്ങൾ എഴുതി, ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വിറ്റൻബർഗ് ചർച്ചിൻ്റെ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചിട്ട്
പബ്ലിക് ജനങ്ങളൊക്കെ കാണത്തക്കവണ്ണം എഴുതി ഒട്ടിച്ചിട്ട് ആ ചർച്ചിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് താൻ യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനം പബ്ലിക്കിനെ പഠിപ്പിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ ആ സമയത്ത് സഭയുടെ അധികാരികൾ തന്നെ അവിടെ അധ്യക്ഷന്മാരെല്ലാവരും കൂടെ വിസ്തരിക്കുവാനായിട്ട് വിളിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ തനിക്ക് ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. സഭയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എനിക്ക് നിൽപ്പാനായിട്ട് സാധ്യമാകയില്ല. ഹിയർ ഐ സ്റ്റാൻഡ്, ഐ ക്യാൻ ഡു നത്തിങ് എൽസ്, ഹിയർ ഐ സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ട് അത് ചുരുക്കമായിട്ട് 4 കാര്യങ്ങൾ താൻ പ്രസ്താവിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ആ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തൻ്റെ ആ യാത്ര കത്തോലിക്ക സഭയിൽ നിന്നും മാറ്റി പ്രൊട്ടസ്റ്റൻ്റാക്കി മാറ്റിയത്. പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു സഭയുടെ പേരല്ല. കത്തോലിക്ക സഭയുടെ കാര്യങ്ങൾ അത് പ്രൊട്ടസ്റ്റ് ചെയ്തു, അതിനോട് എതിരായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ മാർട്ടിൻ ലൂതറിനെയും കൂടെയുള്ളവരെയും പ്രൊട്ടസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ താൻ ഉണ്ടാക്കിയതായ ഒരു സഭയല്ല. പ്രധാനമായിട്ട് താൻ വിശ്വസിച്ചതായ 4 കാര്യങ്ങൾ ആ സഭാ നേതാക്കന്മാരോട് പറഞ്ഞത്. അന്ന് ജർമ്മനിലായിരുന്നായ താന് അവരുടെ ഭാഷയിൽ പറഞ്ഞത് സോളാ സ്ക്രിപ്റ്റോറിയ, വചനം മാത്രം. വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നോ അത് മാത്രമേ എനിക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ, പഠിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ, പ്രവർത്തിപ്പാൻ കഴിയുകയുള്ളൂ. അതിന് മാത്രമേ എന്നെ ജീവിപ്പിക്കുവാനും നിത്യജീവൻ തരുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത് മാത്രം, വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നോ അത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ സോളാ സ്ക്രിപ്റ്റോറിയ, വചനം മാത്രം, നമ്പർ 1. നമ്പർ 2, സോളാ ഫിഡെ എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രം. എൻ്റെ വിശ്വാസത്താൽ മാത്രം എനിക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അവൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകി, അവൻ്റെ മരണത്തിൽ ഞാനും പങ്കാളിയായി ചേർന്നു, സ്നാനത്തോടുകൂടെ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ആ വിശ്വാസ യാത്രയാണ് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താലാണ്, അല്ലാതെ സഭയുടെ മറ്റ് ആചാരങ്ങളാൽ അല്ല രക്ഷ പ്രാപിക്കുന്നത്. ഇതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. സോളാ ഫിഡെ, വിശ്വാസം മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കൂടെ മാത്രമാണ് മുൻപോട്ട് പോകുവാനായിട്ട് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. 3-ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ സോളാ ഗ്രാറ്റിയ എന്ന് പറയുമ്പോൾ കൃപ മാത്രം. ദൈവത്തിൻ്റെ കൃപ മാത്രം കൊണ്ടാണ് നമ്മൾക്ക് രക്ഷിക്കപ്പെടുന്നത്. പൈസ കൊടുത്തത് കൊണ്ടോ, പുണ്യം ചെയ്തത് കൊണ്ടോ, പടി കയറിയത് കൊണ്ടോ, യാത്ര ചെയ്തത് കൊണ്ടോ, നേർച്ച നേർന്നത് കൊണ്ടോ, മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ രക്ഷ ലഭിക്കുകയില്ല. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുമ്പോൾ ആ കാൽവറി ക്രൂശിൽ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹം കൂടെ കൂടിച്ചേർന്ന് ആ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ രക്ഷിച്ച ആ കൃപയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏതൊരു പാപിയെയും ആ കൃപയാൽ രക്ഷിക്കുന്ന സ്നേഹത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അല്ലാതെ സഭ ആചാരങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മാർട്ടിൻ ലൂതർ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് സോളാ ഡിയോ ഗ്ലോറിയ, മഹത്വം ദൈവത്തിന് മാത്രം എന്ന് പറയുമ്പോൾ ഇന്ന് സഭാ നേതാക്കന്മാർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജനങ്ങളുടെയൊക്കെ മഹത്വം തങ്ങൾക്ക് എടുക്കുന്നതായ ആ സ്വഭാവം മാറ്റണം. ഈ സഭയുടെ ഈ മേലധ്യക്ഷന്മാരൊക്കെ വലിയ അധികാരങ്ങൾ ഒക്കെ ഉപയോഗിച്ച് സകല മഹത്വവും അവർ തന്നെ എടുത്തിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ പാപത്തെ ഞാൻ മോചിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇരിക്കുമ്പോൾ, ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നു സോളാ ഡി ഗ്ലോറിയ, മഹത്വം ദൈവത്തിന് മാത്രം, സകല മഹത്വവും ദൈവത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 4 പ്രത്യേകമായ കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് വചനം മാത്രം നമ്പർ 1, വിശ്വാസം മാത്രം നമ്പർ 2, നമ്പർ 3
കൃപ മാത്രം. 4 മഹത്വം ദൈവത്തിന് മാത്രം എന്നുള്ളതായ ആ 4 പോയിന്റിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹിയർ ഐ സ്റ്റാൻഡ് എന്നുള്ളതായ ഉത്തരകം ആ സഭാ മേലധ്യക്ഷന്മാർക്ക് കൊടുത്തു. അവിടെ നിന്നും യാത്രയായിട്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുവാനും വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ളതായ ആ വാക്കാണ് തൻ്റെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നും നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ചാപ്റ്റർ 3 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എന്താണ് നമ്മൾക്ക് കാണുന്നത്? അവിടെ ദൈവത്തിൻ്റെ ഒരു ദർശനത്തിൻ്റെ വിശദീകരണമാണ് ഈ ചാപ്റ്റർ 3 നമ്മൾക്ക് ഹബക്കൂക്കിൻ്റെ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. ആ ദൈവം അവൻ്റെ അടുക്കലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിക്കുന്നു എന്നുള്ളതായ കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 3-ാമത്തെ വാക്യം പറയുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് നിന്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷേകത്തിൻ്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്ന ദൈവം, സഞ്ചരിക്കുന്ന ദൈവം, വരുന്ന ദൈവം, നമ്മെ കാണുന്ന ദൈവം, നമ്മളോട് സംസാരിക്കുന്നവനായ ദൈവം എന്ന് നമ്മൾക്ക് ഈ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ കാണുമ്പോൾ പ്രത്യേകമായ ഒരു അനുഭവവും പ്രത്യേകമായ ചേഞ്ചസും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾക്ക് വളരെ പരിചയമുള്ളതായ ആളാണല്ലോ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും ഒക്കെ കടന്നു പോയപ്പോൾ കർത്താവേ നീ എവിടെയാണ് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ കണ്ടതായ ഒരവസരം ഒടുവിലത്തെ അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ അവൻ വായ് പൊത്തിക്കൊണ്ട് കർത്താവേ ഞാൻ തിരിച്ചറിയാതെ പലതും പറഞ്ഞുപോയി എന്ന് പറയുന്നതായ ആ വാക്കുകളാണ് അവിടെ ആ ദൈവിക ദർശനമുണ്ടാകുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ഈ ഹബക്കൂക്കിൻ്റെ ജീവിതത്തിലും നമ്മൾക്ക് കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നേരത്തെ കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ളതായ നീതികേടുകളും ദുഷ്ടതയൊക്കെ ഈ ദേശത്തെല്ലാം നടമാടുമ്പോൾ നീ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിച്ചതായ ഹബക്കൂക്കിൻ്റെ ആൻസർ തന്നെത്താൻ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. 17-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെയാണ് പറയുന്നത്: അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് മരത്തിൽ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എല്ലാം പ്രതികൂലമായിരുന്നാലും, സകലതും പ്രതികൂലമായിട്ട് ദേശത്ത് എല്ലാം എന്നേക്കും എൻ്റെ ചുറ്റുപാടുകളിലും ആയിരുന്നാൽ തന്നെയും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും എന്നാണ് ഈ ദൈവഭക്തൻ തൻ്റെ ആ തീരുമാനം എടുക്കുന്നത് എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഈ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ മറ്റുള്ളവരൊക്കെ മൗനമായിരിക്കുമ്പോൾ, പിറുപിറുക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഘോഷിച്ച് ഉല്ലസിക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ മാൻപേട കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ അവൻ എന്നെ നടക്കുമാറാക്കുന്നു. ജീവിതത്തിൻ്റെ താണാവസരങ്ങളിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് താഴ്വരയിൽ നിന്നും ആരുടെ അനുഭവത്തിൽ നിന്നും ഉയർന്ന അനുഭവത്തിലേക്ക്, പ്രാർത്ഥനാ മണ്ഡലത്തിലേക്ക്, അല്ലെങ്കിൽ ആ വാച്ച് ടവറിലേക്ക്, ഉയർന്ന സ്ഥലത്തേക്ക് കയറി. എന്നാൽ ഇപ്പോൾ ഇതാ 3-ാമത്തെ നിലയിൽ ദൈവിക ദർശനം പ്രാപിച്ചതായ പ്രവാചകൻ എവിടെയാണ്? എന്നെ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിൽ എന്നെ നടക്കുമാറാക്കുന്നു. ഉന്നതമായ ചിന്തകളോട്, ഉന്നതമായ ദർശനത്തോടുകൂടെ, ഉന്നതമായ
ആ പ്രത്യാശയോടുകൂടെ എന്നെ അവൻ നടക്കുമാറാക്കുന്നു. മാൻപേട കാൽ പോലെ ബലം നൽകിയിട്ട് സന്തോഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ടാണ് കർത്താവ് എനിക്ക് കൃപ തരുന്നത് എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണുന്നത്. അതിവിടെ മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ഈ യഹൂദ ജനത്തെ ഈ കൽദയരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം അപഹരിച്ച് ദേശത്തെ നശിപ്പിച്ച് വീടുകൾക്ക് തീ വെച്ചിട്ട് കന്നുകാലികളൊന്നും എല്ലാം തന്നെ പിടിച്ചുകൊണ്ട് പോയി അങ്ങനെ കൃഷി കാര്യങ്ങളൊന്നുമില്ലാതെ എല്ലാം ദേശം ശൂന്യമായി കിടക്കുന്നതായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ കാര്യം തന്നെ ദൈവം അവന് ദർശനത്തിൽ കൊടുത്തതാണ്. ഇങ്ങനെ സംഭവിച്ചാലും ദൈവത്തിൻ്റെ വാഗ്ദത്തം തക്ക സമയത്ത് നടക്കും. അത് നടക്കുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല. ദൈവം എൻ്റെ ബലമാണ്, എന്നാലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും എന്നാണ് അന്നത്തെ കാലത്ത് ഹബക്കൂക്കിൻ്റെ ജീവിതത്തിൽ ഈ പ്രവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഇന്നത്തെ കാലത്ത് ദൈവം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? ഈ അനുഭവം തന്നെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ താണാനുഭവങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട, കൂട്ടുകാരില്ലാതെയാകുമ്പോൾ, പണമില്ലാതെയാകുമ്പോൾ, ഇൻഫ്ലുവൻസ് ഇല്ലാതെയാകുമ്പോൾ, ദേശം എല്ലാം ദുഷ്ടത ചെയ്യുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടുക, വാച്ച് ടവറിലേക്ക് കടന്നു ചെല്ലുക, ദൈവത്തിൽ നിന്നും ദർശനം പ്രാപിക്കുക, ആ ദർശനം എഴുതി വയ്ക്കുക, ആ ദർശനം നിന്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക. അങ്ങനെ ചെയ്താൽ ഒടുവിലായിട്ട് നമ്മൾക്കും ഈ ദൈവത്തിൻ്റെ ദാസനായ ഈ ഹബക്കൂക്ക് പറഞ്ഞതുപോലെ നമ്മൾക്കും പറയുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടാലും, ജീവിതത്തിൽ നഷ്ടമുണ്ടായാലും, വീട് പോയാലും, നാട്ടിലെ ആൾക്കാരൊക്കെ ദുഷ്ടന്മാരായി തീർന്നാലും അതിൻ്റെ മധ്യത്തിൽ എൻ്റെ മനസ്സ് ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ എൻ്റെ കാലുകളെ ബലത്തോടെ നടത്തുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ശക്തനാണ് എന്ന് നമ്മൾക്ക് ദൈവവചനത്തിൽ ഉറച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും ഇത് വളരെ ധൈര്യത്തോടെ നമുക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുവാനായിട്ടും സാധിക്കുമെന്നാണ് ഈ ഭാഗം നമ്മൾക്ക് കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം ഇങ്ങനെയാണ്: സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദാവീദിൻ്റെയൊക്കെ സമയങ്ങളിൽ അല്ലെങ്കിൽ ശലോമോൻ്റെ സമയങ്ങളിൽ ഒക്കെ ഈ സംഗീതങ്ങൾ ഒക്കെ എഴുതിയതിന് ശേഷമായിട്ട് മ്യൂസിഷ്യൻസിൻ്റെ ആ കയ്യിൽ കൊടുത്തിട്ട് ഇന്ന നാദത്തോടുകൂടെ ഇത് വായിക്കണം, ഉച്ചനാദത്തോടുകൂടെ വായിക്കണം, തന്ത്രിനാദത്തോടുകൂടെ വായിക്കണം, കാഹളങ്ങളോടെ കിന്നരങ്ങളോടെ ഒക്കെ ഉപയോഗിച്ച് ഇത് വായിക്കണം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കുമ്പോൾ ഇതാ ഈ പ്രവാചകൻ പറയുകയാണ്, സംഗീത പ്രമാണിക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് തന്ത്രിനാദത്തോടെ വായിക്കണം. കാഹളം, കിന്നരം, വീണ മുതലായവ ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമായിട്ട് ഈ കവിത വായിക്കണം, ഈ പദ്യം വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ താൻ അവസാനിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിരാശയോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ എന്തൊക്കെ വന്നാൽ തന്നെയും ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾക്ക് ദൈവിക ദർശനം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നമ്മൾക്ക് ഉച്ചത്തിൽ തന്ത്രിനാദത്തോടെ ലജ്ജ കൂടാതെ എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ ഏത് അവസരത്തിലും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് പാടുവാനും നമ്മൾക്കും സാധിക്കണം എന്നാണ് ഈ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 50 ലെസൺസ് വളരെ ഭംഗിയായിട്ട് നമ്മൾക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഇനി അടുത്ത ആഴ്ച 51ാമത്തെ ലെസൺ നമ്മൾക്ക് പഠിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു.